ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കീറി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം, ഒന്ന് മൊരിച്ചെടുക്കണേ. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാമേ. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള ചെറിയ ജീരകമാണ്. അതും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ഇതേപോലെ ഒന്ന് നീളത്തിലരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴട്ടാം. ഇതേപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം ഉള്ള ഫ്രോസൺ പട്ടാണിയാണ്, ഗ്രീൻ പീസ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ജസ്റ്റ് നമുക്കിതിലൊന്ന് ആവി കയറ്റിയെടുക്കാമേ. അപ്പോൾ ഇവിടെ നമ്മൾ അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആവിയൊക്കെ കയറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുത്തത് ഒരു പഴുത്ത തക്കാളിയുടെ പകുതി തക്കാളി ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളക് നാളായിട്ടൊന്ന് കീറിയിട്ടതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടി ഐറ്റംസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള ചില്ലി പൗഡറാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളമുള്ള ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ പൊടികളുടെ എല്ലാ ഒരു റോ സ്മെല്ലെല്ലാം മാറി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളമുള്ള നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി കുറച്ച് നേരം ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി വരുന്നിടം വരെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഗ്രേവി ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗ്രേവി വേണ്ടത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മുട്ടയില്ലേ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് പറക്കി വെച്ച് കൊടുക്കാമേ. ഇപ്പോൾ നമ്മളുടെ മുട്ടയെല്ലാം ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ, വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.